പാലൂർക്കാരെ സ്നേഹോഷ്മളം കഴിഞ്ഞ് നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ളത് അമ്പലപ്പുഴ സമസ്ത മഹൽ എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ സമസ്ത മഹലിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. വളരെയധികം ആദ്യവരുടെ ഖേദമാണ് പ്രകടിപ്പിക്കുന്നത്. കൃത്യം 12 മണിക്ക് എത്തും പറഞ്ഞ് നമുക്ക് അസൗകര്യങ്ങൾ കാണുന്നതാണ്. വണ്ടി ചില പണികളും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി ഒരു ഡിലേ ആയി. ഏകദേശം 4:30 സമയത്താണ് ഇവർക്ക് എത്തുന്നത്. പടച്ചോൻ്റെ അടുത്താണല്ലോ ഓരോ കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്നതിലപ്പുറം പടച്ചോൻ്റെ ഓരോ കലാകൾ ഉണ്ടല്ലോ. പക്ഷെ അതിലപ്പുറം ഇവിടുത്തെ ഉസ്താദ് ഹിലാൽ ഉദവി, അതുപോലെ തന്നെ നമ്മുടെ ഹാഷിം മണ്ടാരം, അതുപോലെ ഇദ്ദേഹം ഇവിടെ സഹചാരിൻ്റെ ആംബുലൻസ് ഡ്രൈവറും കൂടിയാണ്. അപ്പോൾ അത് ഇവർ പറഞ്ഞത്, ഉസ്താദെ ഞങ്ങൾക്കൊന്നും വിഷയമില്ല, നേരത്തെ ഒരു അരമണിക്കൂർ കൊടുക്കും അപ്ഡേഷൻ കൊടുക്കുമ്പോൾ ഇല്ല, അത് പണി കഴിഞ്ഞിട്ട് നിങ്ങൾ എത്തിയാൽ മതി എന്നുള്ളതാണ്. ഇതൊക്കെയാണ് സമസ്ത പ്രവർത്തകർ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ SKSF പ്രവർത്തകരാണ്. മോൻ്റെ പേര് റനീസ്, സുഫാൻ, റസൽ, മോൻ്റെ പേര് സാബിത്ത്, നൈസാം. നിങ്ങളൊക്കെ ക്ഷമ ചോദിക്കാണ്. നിങ്ങളൊക്കെ കരുത്തിട്ട പ്രവർത്തകർ, നമ്മുടെ ഓരോ പ്രവർത്തകർ തലക്കെട്ടി ജുബട്ട് മൊയ്യന്മാരെക്കാളും പ്രവർത്തിക്കാൻ കഴിയുന്ന ആർക്കാ? ഇതേപോലെ നിങ്ങൾക്കാണ്. എന്നെക്കാളും ഇതേപോലെ ഒരു പരിധിയാണ്. പക്ഷെ നിങ്ങളെപ്പോലത്തെ ഓരോ ആളുകൾക്കാണ്, നാളത്തെ തലമുറ നിങ്ങൾക്കാണ് ഇതിനോട്, പ്രത്യേകിച്ച് സഹചാരി, അതുപോലെ തന്നെ എന്താ നിങ്ങൾ കൂടുതലുണ്ടല്ലോ, എനിക്ക് മധുര കാണിക്കാൻ പോയിട്ടൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ തഹിയ്യ സംഭവം, അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിവിധമായ പ്രവർത്തനങ്ങൾക്ക് SKSF അണിയിരുന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എവിടെയും കിട്ടും, ദുനിയാവും കിട്ടും, ആഖിറും കിട്ടും. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാം സെറ്റാണ്. നിങ്ങളിപ്പോൾ വന്ന തന്നെ കഴിച്ചില്ലായി മക്കളെ. ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോയിൽ പെട്ടണല്ല, നാളെന്താ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത കേന്ദ്രത്തിൽ പോകാണ്ട്. ഇവർ വല്ലാത്ത ഹൃദ്യമായിട്ടോ സ്വീകരിച്ചു. SKSF 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്തിരുമ്പോൾ ആർക്കാണെങ്കിലും കാത്തിക്കണതിൻ്റെ അതിരില്ലേ. എന്നാലും ഇവിടെ ഒരുപാട് പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഉസ്താദ്മാർ ജോലിയും കാര്യങ്ങളും ബാങ്ക് കൊടുക്കുന്ന സമയത്തും കാര്യങ്ങൾക്ക് പ്രയാസം കാര്യങ്ങളാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇവരുടെ ഈ ആത്മാർത്ഥ സ്നേഹത്തിൽ അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എന്തൊക്കെ ഇവിടെ ചെയ്തു വരുന്നത്? അൽഹംദുലില്ലാഹ്, സമസ്ത സൗദത്തിന് കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മയ്യത്ത് പരിപാലനം, രോഗികൾക്കുള്ള മരുന്നുകൾ, സൗജന്യ മരുന്നുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമസ്ത സൗദത്തിന് കീഴിൽ ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ്. 100-ാം വാർഷികത്തിന് നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് തഹിയ്യന്റെ കാര്യത്തിൽ നിങ്ങൾ മുന്നിട്ട് ഇറങ്ങണം. SKSF പ്രവർത്തകങ്ങൾ എല്ലാവരും മുന്നിട്ട് ഇറങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.